വെൽക്കം ടു ഇന്നസ് റെസിപ്പി. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നെയിമിന് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ. അതിന് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. നാടൻ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അരയ്ക്കാതെയും നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കുക എന്നുള്ളതാണ്. നല്ല ഉണങ്ങി ഇങ്ങനെ പാക്കറ്റിൽ വരുമല്ലോ, ആ ടൈപ്പ് ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങി വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് അളവിൽ വാങ്ങി വയ്ക്കുക. എന്നിട്ട് ഫ്രഷായിട്ട് ഒത്തിരി കാലം ഇങ്ങനെ ടിന്നിലിട്ട് അടച്ച് വയ്ക്കാതെ അപ്പോൾ വാങ്ങിയത് തന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ കറിക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീൻ പീസ് എടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ട് നല്ല പോലെ കഴുകി നമ്മൾ കുടിക്കുന്ന വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്താൻ വേണ്ടി വച്ചെടുത്തിട്ടുള്ളതാണിത്. ഞാൻ സാധാരണയായിട്ട് തലേ ദിവസം വെള്ളം ഒഴിച്ച് വയ്ക്കും രാവിലത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ ഏർലി മോർണിംഗ് വെള്ളമൊഴിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നന്നായിട്ട് വീർത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെ കുതിർത്തിട്ടുള്ള ഗ്രീൻ പീസ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. കല്ലൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെ UAE കിട്ടുന്നതിൽ കല്ലൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഏതൊരു സാധനം കുക്കറിൽ കുക്ക് ചെയ്യുമ്പോഴും ഞാൻ കുറച്ചൊരു നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും വെള്ളം പോരാ, കാരണം നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അതുകൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ UAE കിട്ടുന്ന ഗ്രീൻ പീസ് നന്നായിട്ട് വേവും. നാട്ടിൽ കിട്ടുന്നതിൽ കുറച്ചും കൂടി ടൈമുണ്ട്. പിന്നെ ഈ ഫ്രഷ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടിന്നിലൊന്നും ഒത്തിരി നാൾ ഇട്ട് വയ്ക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഈ ഒരു പാകത്തിന് കുക്ക് ചെയ്ത് വന്നാൽ മതി. ഷേപ്പ് മാറരുത്. എന്നാൽ ഇങ്ങനെ ഞെക്കുമ്പോൾ കണ്ടോ മൊത്തം നല്ല പോലെ വെന്തിട്ടുമുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. കാരണം നമുക്കിത് വീണ്ടും ഇനി മസാലയൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ച് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെ പച്ചക്കറി എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ഗ്രീൻ പീസ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് കണക്കാക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനൊരു 1.5 കപ്പിനുള്ള ഇൻഗ്രീഡിയൻ്റാണ് കാണിക്കുന്നത്. ഒരു വാളം ചെറിയ ഉള്ളിയുണ്ട്, കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇതേപോലെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇവിടെ വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തേക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ചൈനീസ് വെളുത്തുള്ളിയാണ്, അതുകൊണ്ടിട്ടാണ്. അതിന് വീര്യം കുറവായിരിക്കും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത്. ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തു. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പെരിഞ്ചീരകം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതൊരു 1/4 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്. ഗരം മസാല ഒരു പിഞ്ച്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി പോലെ തോന്നുന്നത് ഞാനിങ്ങനെ പരത്തി വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ ഒത്തിരി ക്വാണ്ടിറ്റി ഇതിലില്ല. ഒരിക്കലും നമ്മൾ മീറ്റിൽ ചേർക്കുന്ന പോലെ മസാല വെജിറ്റബിൾ കറിയിൽ ചേർക്കരുത്. അങ്ങനെ ചേർക്കുവാണെങ്കിൽ വെജിറ്റബിൾസ് ഇത് ഇത്രയും അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു കുത്തലായിട്ട് വരും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ല പോലെ പൊട്ടി വരുമ്പോൾ കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലി ഇത്രയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഫ്രൈ ആയി കിട്ടണം.
നല്ലൊരു സ്മെല്ല് ആ സമയത്ത് വരും. എന്നാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് നല്ല പോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇനി സവാളയൊന്നും ചേർക്കുമ്പോൾ അതും വേവില്ല. അപ്പോൾ ഇതേപോലെ ബ്രൗൺ ഷെയ്ഡ് ആയപ്പോൾ ഞാൻ അതിലേക്ക് സവാളയും അതുപോലെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ചെറിയ ഉള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ചെറിയ ഉള്ളി ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ടിട്ടാണ്. നമുക്ക് ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് ആണെങ്കിലും അത് ഒരുക്കാനുള്ള പാടും അതുപോലെ അത് അവൈലബിൾ ആയിട്ടുള്ളതും ഒക്കെ വളരെ ലെസ് പോസിബിലിറ്റി ആയതുകൊണ്ടിട്ട് ഞാൻ ഇതേപോലെ എടുക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവാളയും, അപ്പോൾ രണ്ടിൻ്റെയും ഫ്ലേവർ വന്നോളും. നന്നായിട്ടിപ്പോൾ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള എല്ലാ എണ്ണയും പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പോലെ പൊടിയുടെ മണമൊക്കെ മാറുന്നവരെ, പച്ചമണം മാറുന്നവരെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, മുഴുവൻ പൊടിയും ആ എണ്ണയിലൊക്കെ ഒന്ന് മിക്സായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഒന്ന് മണത്ത് നോക്കുക. അപ്പോൾ പച്ചമണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തക്കാളി ചേർക്കുവാണെങ്കിൽ ചെറിയൊരു പുളിയും നല്ലൊരു സ്വാദും കിട്ടും. വഴറ്റി കഴിഞ്ഞാൽ വേറൊരു സ്വാദുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഗ്രേവി കുറവാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല മൊത്തത്തിലൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് സ്വാദ് നോക്കിയേക്കാം, ഇതിലെന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ല പോലെ തിളച്ച് വരട്ടെ. ഒരു 5-6 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും എണ്ണയൊക്കെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നോക്കാം, നല്ല ടേസ്റ്റി ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടോ, ഗ്രേവി അധികം ഇല്ല, തിക്കല്ല. അപ്പോൾ ഇതേപോലെ ഒരു തവി ഗ്രീൻ പീസ് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് നല്ല പോലെ അരച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ അരയ്ക്കുന്ന പോലെ തന്നെ നല്ല ഗ്രേവിയിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ഗ്രീൻ പീസ് കറി കിട്ടും. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങയുടെ സ്വാദാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഗ്രീൻ പീസിൻ്റെ തന്നെ നല്ല സ്വാദുള്ള ഒരു തിക്ക് ഗ്രേവിയുള്ള കറിയായിട്ട് ഇത് മാറും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല തിളച്ച ഗ്രീൻ പീസും അതിൻ്റെ ചാറുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മിക്സിയിലിട്ട് അപ്പം തന്നെ അങ്ങ് അരച്ചെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ മിക്സി പൊട്ടിത്തെറിക്കും. നമുക്കറിയാലോ, ക്യാപ്പ് ഇങ്ങനെ തുറന്നു പോകും. അപ്പം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ആറിയതിന് ശേഷമാണ് അരച്ചിട്ട് ഇതിലേക്ക് വീണ്ടും ചേർത്ത് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തിളപ്പിച്ച് കഴിഞ്ഞ് അടച്ചു വെച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഗ്രേവിയൊക്കെ ഇതേപോലെ അങ്ങ് തിക്കായി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡാർക്ക് കളറുള്ള അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗ്രീൻ പീസ് കറി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടമാവും. പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.